ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് നമുക്ക് 4 BHK ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പൊറ്റയിലാണ്. നമുക്ക് തിരുമലയ്ക്ക് അടുത്താണ് നമുക്ക് പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഒരു 10 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ചുറ്റുപാടും വേറെ വീടുകൾ കണ്ടോ, പണിയൊക്കെ നടക്കുന്നുണ്ട്. വേറെ വീടുകൾ നമുക്ക് അടുത്ത് സോൾഡ് ഔട്ടായ വീടൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രണ്ടേജ് കണ്ടോ, ഈ റോഡെല്ലാം തന്നെ നമുക്ക് ടാർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് 2 കാർക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ആണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എലിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. നമുക്കിവിടെ കയറി വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് 3.5 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് പണിയേൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് എല്ലാം നമ്മുടെ ഫ്രണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിന് കിണർ നമുക്ക് പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭാഗത്ത് നമുക്കിവിടെ ചാർജിങ് സ്പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പോട്ടൊക്കെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ഭാഗത്തുണ്ട് നമുക്ക് ചെമ്മരിൽ ഇവിടെ ഒരു ക്ലാഡിങ് സ്റ്റോണിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ട്. ഈ ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 5 കാറ് ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് തറയിൽ ഈ ഭാഗത്ത് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്ത് നമുക്ക് ടൈൽ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കണ്ടോ ഒരു വലിയൊരു ഡോർ വരുന്നുണ്ട്. നമുക്ക് എൻട്രൻസ് ഡോർ, നമുക്ക് ഡബിൾ ഡോർ ടൈപ്പാണ് വരുന്നത്. നല്ലൊരു പാറ്റേൺ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കട്ടള വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു കിടിലൻ ലിവിങ് ഏരിയയാണ്. കണ്ടോ, ഇന്റീരിയർ ഫുള്ള് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ തറയിൽ ടൈലെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 14x13 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ടൈൽ ഈ ഒരു സംഭവം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ വരുന്നത്. നടുക്കൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പുറകെ സൈഡിൽ ഫുള്ള് നമ്മൾ ടെക്സ്ചർ വർക്കാണ് ഇതാ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്ക് അറ്റം വരെയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV വെക്കാനുള്ള സ്പേസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൻസി ആയിട്ട് വയ്ക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. കണ്ടോ, ധാരാളം ക്യാബിൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 12x12 ഡയമെൻഷനിൽ തന്നെ ഉള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മുകളിൽ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഓപ്പൺ കിച്ചനും ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു മിറർ ഉണ്ടോ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സിങ്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്കിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു പോർഷൻ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ള് തന്നെ നമുക്ക് അലുമിനിയം ക്യാബിനറ്റിലാണ് നമുക്ക് ഇവിടുത്തെ കിച്ചണിൻ്റെ കബോർഡ്സ് എല്ലാം വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഡിപ്പിംഗ് ടൈലാണ് നമുക്കിവിടെ തറയിൽ വരുന്നുണ്ടോ. ഇപ്പുറത്തിട്ട ടൈൽ ഇതാണ്. തൊട്ടിപ്പുറത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പാണ് ടൈൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കബോർഡ്സ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു മിറർ ടൈപ്പ് ഒരു കബോർഡ്സും വരുന്നുണ്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഇവിടെയാണ് വരുന്നത്. മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സിങ്ക് കണ്ടോ, ഈ ഭാഗത്താണ് വരുന്നത്. ഒരു മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ധാരാളം ഫംഗ്ഷനൊക്കെ ഉള്ളതാണ് ഇത് വരുന്നത്. ഇവിടെ കൂടാതെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച കയറി കാണാം. 13x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഇവിടെയും ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടെക്സ്ചർ വർക്ക് വരുന്നത്. ഇവിടെ 2 ഭാഗത്താണ് വിൻഡോ വരുന്നത്. ഫുള്ള് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഫുള്ളും ബോർഡ് വർക്കിലാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ആയിട്ടൊരു മിറർ വരുന്നുണ്ട്. കണ്ടോ, അതിനകത്ത് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കാം. ഈ ഭാഗത്താണ് PVC ഡോറാണ് നമുക്ക് കയറി വരുമ്പോൾ കാണുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലത്തെ വാളിലെ ടൈലെല്ലാം ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇത് ഇവിടെ വരുന്ന ഈ മിറർ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിററാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ സിങ്ക് വരുന്നുണ്ട്. ബാക്കി ഷവർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാം. ഗ്രാനൈറ്റാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ഇവിടെ ഒരു വുഡും സ്റ്റീലും മിക്സ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡിലോട്ട് പോകുന്നത് ഇവിടെ സൈഡ് ഫുള്ളും തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പർഗോള സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ വരുന്നത്. ചെറിയൊരു പോർഷനാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു 3 ബെഡ്റൂം വരുന്നുണ്ട്. നമ്മൾ കയറി വന്ന ഭാഗം കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ഈ ഭാഗത്തൂടെയാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നത് ഈ ഭാഗത്തൂടെയാണ്. നമുക്കിവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കണ്ടോ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഈ ഇടത് ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് തൊട്ട് വലത് ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ സ്ട്രൈറ്റ് ഇവിടെ 3 ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഇൻ ഔട്ട് കണക്ഷൻ എല്ലാ സംഭവവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമും കൂടെ കയറി കാണാം. നമുക്കിത് ഈ ഭാഗത്ത് ഒരു 13-10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂം കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് കണ്ടോ ഇങ്ങനെ താഴെ വരെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഫുള്ള് തന്നെ ടെക്സ്റ്റൈൽ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്ക് വരുന്നുണ്ട്. 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ കണ്ട അതേ ഒരു മെറ്റീരിയലുള്ള ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് നല്ല മാച്ചായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. സൈഡിൽ നടുക്കായിട്ട് തന്നെ ഒരു മിററൊക്കെ അത് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മേശ പോലെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. താഴെ കണ്ട അതൊരു ടൈപ്പിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ, സിങ്ക് എല്ലാ സംഭവം വരുന്നുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് രണ്ടാമതൊരു ബെഡ്റൂം വരുന്നത്. 13x8 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്കൊരു ചെറിയൊരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ഈ ഒരു ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ഇവിടെയാണ് മിററൊക്കെ വരുന്നത്. ഉണ്ടോ ഈ ഒരു പോർഷനിൽ ഇവിടെ മിറർ വരുന്നുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. ഈ മിററിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. സെയിം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. കണ്ടോ ഈ ഭാഗത്ത് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് 8x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ 2 വിൻഡോ 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു വാർഡ്രോബ് വരുന്നത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വാർഡ്രോബ് വരുന്നത്. നടുക്ക് മിററൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. കളർ ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫിന്റെ പാറ്റേണിലുള്ളതാണ് സൈഡിലത്തെ ഇവിടുത്തെ ടൈൽ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. 4x5 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ ഇവിടെ സ്പോട്ട് ലൈറ്റ് ഉണ്ടോ സീലിംഗിൽ വരുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീലിലുള്ള ഒരു ഹാൻഡിൽസ് ആണ് നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഏരിയ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വന്നിട്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ചുറ്റുപാട് തന്നെ കണ്ടോ റെസിഡൻഷ്യൽ ഏരിയയാണ്. വേറെ വീടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 72 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ളതായാലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ ധാരാളം വീടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന ഭാവിയിൽ നിങ്ങൾ വീടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.